പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താൽ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പരിശുദ്ധ പകൽ. ഇന്ന് പകൽ കർത്താവിനെ ആദിപിതാക്കന്മാർ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചതുപോലെ നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ആമേൻ ദൈവത്തെ ആരാധിപ്പാൻ, ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് ഒത്തവണ്ണം നന്ദിയുള്ളവരായി ദൈവത്തെ സ്തുതിപ്പാൻ ഈ ഭൂമിയിൽ നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കി നമ്മുടെ പ്രിയപ്പെട്ടവരായിരുന്നെടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങള്, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ജീവിത പങ്കാളികൾ, ആമേൻ നമ്മുടെ കൂടെ ഒക്കെ ആയിരുന്നെടുത്ത് ആപത്തുകൾ, അനർത്ഥങ്ങൾ അനേകരെ തകർത്തപ്പോൾ, അനേകര് കണ്ണുനീരിലും ദുഃഖത്തിലും നെടുവീരിലും പ്രതിസന്ധിയിലുമായിരിക്കുമ്പോൾ ആമേൻ ചിറകിന്റെ കീഴിൽ കോഴി തൻ കുഞ്ഞിനെ മറയ്ക്കുന്നത് പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്റെ മീതെ വഹിക്കുന്നത് പോലെ സ്വർഗത്തിലെ വലിയവനായ ദൈവം ആമേൻ തന്റെ മക്കളെ അവിടെ ഇവിടങ്ങളായി സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ദൈവകൃപയോർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ഈ രാത്രി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. ഇന്ന് പകലിലും അവിടുത്തെ സാന്നിധ്യം അനുഭവിപ്പാനിടയായി തീർന്നെങ്കിൽ ഈ ലൈവിൽ എന്നോടൊപ്പം ആയിരിക്കുന്നവർ ആമേൻ ആദരങ്ങളെ തുറന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. ക്ഷാമകാലത്തും ക്ഷേമത്തോടെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയുടെ കരം താങ്ങായി തണലായി നമ്മോട് കൂടെ ഇരുന്ന് അത്ഭുതകരമായി അതിശയകരമായി നമ്മെ നടത്തിയ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി നന്ദിയോടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പകൽ ആദിപിതാക്കന്മാർ ആത്മാവിലും സത്യത്തിലും അങ്ങേ ആരാധിച്ചതുപോലെ ഞങ്ങൾക്ക് ലഭിച്ച സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ട് അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ സ്തുതിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഞങ്ങളെ സഹായിച്ചു. കർത്താവേ, അവിടുന്ന് ഞങ്ങളെ നടത്തിയ എല്ലാ വിധങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. എത്രയോ ഭവനങ്ങൾ കണ്ണുനീരിലും ദുഃഖത്തിലും നിരാശയിലുമായിരിക്കുമ്പോൾ മഹാമാരി നിമിത്തം, ആമേൻ COVID-19 നിമിത്തം അനേകര് ആമേൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട വേദനയുമായി അനേകര് നിരാശയിലും ദുഃഖത്തിലുമായിരിക്കുമ്പോൾ സകല ഹൃദയങ്ങളെയും ആമേൻ സന്തോഷം കൊണ്ട് നിറയ്ക്കുവാൻ ശക്തനായ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രിയിലും അനുഭവിപ്പാൻ ഈ ലൈവിൽ ആയിരിക്കുന്ന എല്ലാവരെയും ദൈവം സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിലും വചനം കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ മേൽ അങ്ങ് പകരുവാൻ ശക്തനായ ദൈവമാകിയാ ഞാൻ അങ്ങയെ വാഴ്ത്തുന്നു, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി രോഗികളായ ആരെങ്കിലും ഈ ലൈവിലൂടെ ദൈവവചനം ശ്രവിക്കുന്നെങ്കിൽ ആമേൻ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് അവരെ നിറയ്ക്കുകയും അടിപ്പുണരുകളാൽ സൗഖ്യമാക്കുന്ന കർത്താവ് അവിടുത്തെ വചനമയച്ച് അവരെ സൗഖ്യമാക്കുകയും ചെയ്യണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഭാവികളായിരിക്കുന്നവർ ആമേൻ ഇന്ന് രാത്രി വചനം കേട്ട് മനം തിരിയുവാൻ, യേശുവിനെ രക്ഷകനായി സ്വീകരിപ്പാൻ സ്വർഗമിടയാക്കണമേ. പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ ഇടയാകണം. വ്യക്തി ജീവിതങ്ങൾ ദൈവത്തോട് അടുക്കുവാൻ ഇടയാകണം. ഈ ലോകം നൽകാത്ത സമാധാനം, സന്തോഷം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നുവെന്ന് പറഞ്ഞ കർത്താവിന്റെ ദിവ്യ സമാധാനം പ്രാപിപ്പാൻ ഇന്ന് രാത്രി ആമേൻ ഇടയാക്കണമേ. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ശുശ്രൂഷിപ്പാൻ അടിനെ ശക്തീകരിച്ച കുരിശിന്റെ മറവിൽ നിന്നുകൊണ്ട് അങ്ങയുടെ വചനം പ്രഘോഷിപ്പാൻ അടിനെ ശക്തീകരിക്കണം. വചനം കേൾക്കുന്ന എല്ലാവരും അവിടുന്ന് അനുഗ്രഹിക്കണം. മഹത്വം അവിടത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താണ്. ഇന്ന് രാത്രിയിലും ഈ ലൈവിൽ എന്നോടൊപ്പം ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സന്ധ്യാവന്ദനം ചൊല്ലുകയാണ്. ഇന്ന് രാത്രി നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടി പുകഴ്ത്തിയിടാം. ദേവദേവനെ എന്നുള്ള പാട്ടുപാടി നമ്മുടെ കരങ്ങളെ അടിച്ച് ദൈവത്തെ ആരാധിച്ചതിന് ശേഷം ആമേൻ ദൈവവചന ചിന്തയ്ക്കായി സമയങ്ങളെ വേർതിരിക്കുകയാണ്. ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ, വളരെ പ്രതീക്ഷയോടെ ആമേൻ ഇന്ന് രാത്രി കേൾക്കുന്ന വചനം വിശ്വസിക്കുവാൻ തയ്യാറായ നിശ്ചയമായും ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ ശക്തി ഏത് രാജ്യത്ത് ആയിരുന്നാലും, ഏത് ഭവനത്തിലായിരുന്നാലും, ഏത് പ്രതികൂലത്തിന്റെ നടുവിലായിരുന്നാലും ആമേൻ ആ വചനത്തിന്റെ ശക്തി അതേ നമ്മെ ജീവിപ്പാൻ, നമ്മെ ശക്തീകരിപ്പാൻ, നമ്മെ സൗഖ്യമാക്കുവാൻ ഉതകുന്നതാകയാൽ വളരെ പ്രതീക്ഷയോടെ, വളരെ വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ചായിരിക്കാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ചേർന്ന് പാടി നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ.
അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിയിൽ കർത്താവിനെ ഒരിക്കൽ കൂടെ ആരാധിക്കുവാൻ, കർത്താവിനെ ഒരിക്കൽ കൂടെ സ്തുതിക്കുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്ത ദൈവകൃപയ്ക്കായി നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് ആമേൻ ഞാൻ ആയിരിക്കുന്ന ഭവനത്തിൽ നിന്ന് മറ്റൊരു ഭവനത്തിലാണ് ആയിരിക്കുന്നത്. ആമേൻ അതുകൊണ്ട് ആമേൻ ആമേൻ അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും സർവശക്തനായ ദൈവം എല്ലാം നമുക്ക് അനുകൂലമാക്കി തരുന്ന ദൈവമാകിയാൽ ലഭിച്ച സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രി ദൈവം നൽകിയ സന്ദേശം വേഗത്തിൽ കൈമാറി പ്രാർത്ഥിച്ച് ഈ കൂട്ടായ്മ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട സമയം ഈ ലൈവിൽ നിങ്ങൾ ചെലവഴിക്കുന്നത് ഒരിക്കലും നഷ്ടമാകാതെ നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരുമെന്ന് പറഞ്ഞ എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിച്ച് ആമേൻ പറഞ്ഞ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഇരുന്നവനും ഇരിക്കുന്നവനും ആമേൻ വീണ്ടും വരുന്നവനുമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിന്റെ ലക്ഷണങ്ങൾ, തിരുവചനത്തിന്റെ ആമേൻ യാഥാർത്ഥ്യങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ആമേൻ മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തുവിനെ നോക്കി പാർക്കുന്ന ദൈവജനം ആമേൻ നിരാശരായി ആമേൻ ആപത്തുകൾ അനർത്ഥങ്ങൾ നിറഞ്ഞ ലോകത്ത് അതിൽ
കൂടാതെ ആമേൻ അതിനകത്ത് നീക്കുപോക്ക് നൽകി ജയത്തോടെ മുമ്പോട്ട് നയിപ്പാൻ ശക്തനായവന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിലും വചനം കേൾക്കുന്നവരുടെ മേൽ പകർന്ന് ജയകരമായ ജീവിതം നയിപ്പാൻ ഉതകത്തക്ക വിധത്തിൽ പ്രവർത്തി വലിയവനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രിയിലും വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ മേൽ പകരുവാൻ ദൈവം ശക്തന. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടെ ആമേൻ പറഞ്ഞ കരമടി ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താൽ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും പതിവ് പോലെ ഒരു ചോദ്യത്തോടു കൂടിയാണ് ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ ആരംഭിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ എവിടെയാണ് നോക്കുന്നത്? ഹല്ലേലൂയ. 121 സങ്കീർത്തനം. ആമേൻ. ഇന്ന് പകൽ ആരാധനയോടുള്ള ബന്ധത്തിലായിരുന്നവർക്ക് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനുമായിട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ. അതേ ഭക്തൻ പറയുന്നത്, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. ഹല്ലേലൂയ. എന്റെ സഹായം അവിടുന്ന് വരുന്നത് ആകാശത്തെ ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയ്ക്ക് മുമ്പുള്ള ചോദ്യം ഇതാ, നിങ്ങൾ എവിടെയാണ് നോക്കുന്നത്? അതിനാധാരമായി ഇന്ന് രാത്രി 66 പുസ്തകങ്ങൾ അടങ്ങിയ സത്യവേദ പുസ്തകത്തിനകത്ത് നിന്ന് നാം വായിക്കുവാനായി ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ഇന്ന് രാത്രി നൽകിയിരിക്കുന്ന വചനം വളരെ സുപരിചിതമായ, മനഃപ്പാഠമാക്കിയ, കേട്ട് തഴമ്പിച്ച ഒരു ദൈവവചനമാണ്. ഒരുപക്ഷെ അത് കേൾക്കുമ്പോൾ തന്നെ മുൻവിധിയോടുകൂടി ഇരിക്കാം. മുൻവിധി എടുത്തു മാറ്റി ആമേൻ കാഴ്ചക്കാരെ പോലെ ഇരിക്കാതെ, കേൾവിക്കാരെ പോലെ ഇരിക്കാതെ ഇന്ന് രാത്രി കേൾക്കുന്ന വചനം അതിന്റെ ശക്തിയോടെ വെളിപ്പെട്ടു വരുവാൻ, അത് റീമയായി വെളിപ്പെടുന്നതാകിയാൽ അത് അഭിപ്രായം പറയുന്നവരെയല്ല, അഭിഷേകമുള്ളവരെ ഉപയോഗിക്കുന്ന ദൈവം ഇന്ന് രാത്രി വചനം കേൾക്കുന്ന നിന്റെ മേൽ അവിടുത്തെ ശക്തിയെ അയക്കുവാൻ ശക്തനാകയാൽ ഇന്ന് രാത്രി ആമേൻ തിരുവചനം അത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാവേ, മാതാവേ, പിതാവേ, നീ ആരുമായിക്കൊള്ളട്ടെ, ആമേൻ നിന്റെ വേദനയുടെ നടുവിൽ, അതെ നിന്റെ കഷ്ടതയുടെ നടുവിൽ, നിന്റെ പ്രതികൂലത്തിന്റെ നടുവിൽ ഒരുപക്ഷെ നിന്റെ കൂടപ്പറപ്പ് മാറിപ്പോയേക്കാം, ആമേൻ നിന്റെ ഉറ്റവർ മാറിപ്പോയേക്കാം. എന്നാൽ ഏത് കഷ്ടതയിലും അടുത്ത് വന്ന് കരം പിടിച്ചു നടത്തുന്ന ആമേൻ ശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിലും വചനം കേട്ട് അത് വിശ്വസിക്കുന്നവരുടെ മേൽ അത് പകരുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ആമേൻ ഈ ലോകത്തിൽ കർത്താവിന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കാകുവാൻ വിശ്വസ്തനെന്ന് വേലക്കാക്കിയപ്പോൾ ആമേൻ ആത്മനിറവോടെ ആമേൻ 1-2 മിഷണറി യാത്രയിൽ താൻ സ്ഥാപിക്കപ്പെട്ട ദൈവസഭയിലെ ദൈവജനം കർത്താവ് താൻ ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുമ്പോൾ ആമേൻ തള്ളപ്പെട്ടു പോകാതെ അവരെടുക്കപ്പെടേണ്ടതിന് വിശുദ്ധിയിൽ തികഞ്ഞവരായി ദൈവവചനത്തിൽ വേരൂന്നി വളരുവാൻ എഴുതിയ ലേഖനം ആമേൻ. അത് എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 2-ാം വാക്യമാണ് ഇന്ന് രാത്രിയുടെ വചന ചിന്തയ്ക്കായി നാം ആമേൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങളൊന്നും ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ അംഗമായി മാറിയിരിക്കുന്ന ആമേൻ വിശുദ്ധാത്മാ, ഹല്ലേലൂയ, വായിച്ച് ബലപ്പെടുവാൻ, വായിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ, ആത്മാവിൽ നിയോഗം പ്രാപിച്ച് തന്റെ തൂലിക ചലിപ്പിച്ച് എഴുതിയ അനുഗ്രഹിക്കപ്പെട്ട ലേഖനം ആമേൻ ഇന്ന് രാത്രി വായിച്ചു കേൾക്കുന്നവനും ആമേൻ അതെ പ്രസംഗിക്കുന്നവനും ഒരുപോലെ അനുഗ്രഹിക്കപ്പെടുമെന്ന തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആമേൻ നമ്മുടെ വിശ്വാസത്തിന്റെ നായകൻ അവൻ ആമേൻ പൂർത്തി വരുത്തുന്നവനാ. ഹല്ലേലൂയ. അവനെയാണ് നാം നോക്കേണ്ടത്. ഹല്ലേലൂയ. ആമേൻ നമ്മുടെ ശ്രദ്ധയിൽ ആമേൻ പെടുന്നവൻ എന്നെയും നിങ്ങളെയും നിയന്ത്രിക്കുവാൻ പ്രാപ്തനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. തേജസ്സും ബഹുമാനവും കൊടുത്ത് നിർത്തിയ മനുഷ്യൻ ഏദൻ പൂങ്കാവനത്തിൽ ജീവിച്ചു കാണണമെന്നുള്ള സതുദ്ദേശത്തോടുകൂടെ ദൈവമാക്കി വെച്ചു. കൂട്ടുകൂടി ഇമ്പമായി വാഴേണ്ട ഭൂമിയിലെ സ്വർഗമായ ഭവനത്തിലെ സന്തോഷം കെടുത്തിക്കളഞ്ഞ് വാടുവാൻ തക്കവണ്ണം ആക്കി വെച്ച ദൈവജനത്തെ വീഴ്ത്തിക്കളഞ്ഞ ദുഷ്ടപിശാച് ഇന്നും അനേക കുടുംബങ്ങളെ, അനേക വ്യക്തികളെ, അനേക തലമുറകളെ തകർത്ത് ആമേൻ കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ഹല്ലേലൂയ വീഴാതെ നിൽക്കുവാൻ, തകർന്നു പോകാതിരിക്കുവാൻ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കുക എന്നുള്ള സന്ദേശം അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ലോകത്തിൽ ആമേൻ ദുഷ്ടന്മാരുടെ കൂടെ നടക്കുന്നവർക്ക് വേണ്ടി എഴുതിയതല്ല, പാപികളുടെ കൂടെ സമയം ചെലവഴിക്കുന്നവർക്ക് വേണ്ടി എഴുതിയതല്ല, പരിഹാസികളുടെ കൂടെ സമയം ചെലവഴിക്കുന്നവർക്ക് വേണ്ടി എഴുതിയ
യോഗ്യത. ഹല്ലേലൂയ. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി മാറിയിരിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ലൈവിനെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, പ്രിയ ശ്രോതാവേ, മാതാവേ, പിതാവേ, അവനിലുള്ള സൗഖ്യം, അവനിലുള്ള രക്ഷ, അവനിലുള്ള സമാധാനം, അതിന്റെ പരിപൂർണതയിലേക്ക് നിന്നെ കൈപിടിച്ചുയർത്തുവാൻ ശക്തരായവനെ നീ ശ്രദ്ധിച്ചു നോക്കുക. ഒരുപക്ഷെ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം, ഒരുപക്ഷെ വേദനയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. ആരുമായിക്കൊള്ളട്ടെ, ഇന്ന് രാത്രി നിന്റെ സകല പ്രശ്നത്തെ പരിഹരിപ്പാൻ ശക്തരായവനെ ശ്രദ്ധിച്ചു നോക്കുവാൻ തയ്യാറാകുക. ഹല്ലേലൂയ. അതെ, ഏദനിൽ വാഴുവാൻ തക്കവണ്ണം മാറ്റിവെച്ച മനുഷ്യനെ വീഴ്ത്തിക്കളഞ്ഞ ദുഷ്ടപിശാച് പ്രലോഭനവുമായി തന്റെ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നീ ക്ഷണിക്കേണ്ട കേട്ടോ, നീ വിളിക്കേണ്ട കേട്ടോ. ദൈവം നൽകിയ അഭിഷേകം, ദൈവം നൽകിയ സമാധാനം, ദൈവം നൽകിയ സന്തോഷം അനുഭവിക്കുവാൻ കഴിയാതെ നിന്നിൽ നിന്ന് ചോർന്നു പോകുവാൻ നീ പിശാചിനെ വിളിക്കേണ്ട. പിശാച് താനേ നിന്റെ ഭവനത്തിലേക്ക് വരും, നിന്റെ അരികിലേക്ക് വരും. ഹല്ലേലൂയ. നിങ്ങള് ശ്രദ്ധയിൽപ്പെടുന്നവൻ നിങ്ങളെ നിയന്ത്രിക്കുവാൻ പ്രാപ്തനാണ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹവ്വയുടെ ശ്രദ്ധ നേടുവാനായി പിശാച് അവളായിരുന്നെടുത്ത് വരുവാൻ തക്കവണ്ണം ഇടയായി. തിന്മ ചെയ്യുന്നതിന് അവളെ വഞ്ചിക്കുവാൻ അവന് കഴിഞ്ഞുവെന്ന് നമുക്ക് ആ വേദഭാഗത്തിലൂടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്നെ വഞ്ചിക്കുവാൻ, നിന്നെ കൊണ്ട് തിന്മയായത് ചെയ്യിക്കുവാൻ തന്ത്രപൂർവം നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ ഭവനത്തിലേക്ക്, നിന്റെ തലമുറയിലേക്ക്, നിന്റെ ജീവിത പങ്കാളിയിലേക്ക് കടന്നു വരുവാൻ തന്ത്രങ്ങൾ അറിയാവുന്നവനാണ് പിശാച്. ഹല്ലേലൂയ. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടു ജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട് തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നോക്കണമേ, ലക്ഷ്യം തെറ്റിക്കുവാൻ ഏദനിൽ ദൈവം മാറ്റിവെച്ച മനുഷ്യന്റെ നോട്ടം ദൈവത്തിങ്കിലേക്കായിരുന്നു, ആശ്രയം ദൈവത്തിലായിരുന്നു. അതുകൊണ്ട് വെയിലാറിയപ്പോൾ പതിവ് പോലെ ദൈവം അവരെ ഇറങ്ങി വന്നപ്പോൾ അവരുടെ ലക്ഷ്യത്തെ തെറ്റിച്ച്, അവരുടെ കാഴ്ചപ്പാടിനെ തെറ്റിച്ച്, ദൈവമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം ഇല്ലാതാക്കി, അവരെ ചതിച്ച, അവരെ വഞ്ചിച്ച, അവരെ വീഴ്ത്തിക്കളഞ്ഞ ആ ദുഷ്ട പിശാച് ഭയങ്കര തന്ത്രശാലിയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന മാതാവേ, എന്നെ കേൾക്കുന്ന പിതാവേ, എന്നെ കേൾക്കുന്ന യൗവനക്കാര, പിശാച് നിന്നെ തകർക്കുവാൻ ഇടയാകാതിരിക്കണമെങ്കിൽ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി കാൽവറിയിൽ അവസാനത്തുള്ളി രക്തം വരെ ഒഴുക്കി നിന്നെ നിത്യതയ്ക്ക് വേണ്ടി വില കൊടുത്ത് വാങ്ങിച്ച യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. നീ കൂട്ടുകാരനെ ശ്രദ്ധിച്ച, നീ നാട്ടുകാരെ ശ്രദ്ധിച്ച, നീ പാവി ആയി, നീ പരിഹാസിയായി, നീ ദുഷ്ടനായി തകർന്നു പോകുവാനിടയാ. അതുകൊണ്ട് നീ ശ്രദ്ധിക്കേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, സ്ത്രീ പാമ്പിനോട് തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം. നോക്കണം, ദൈവവുമായി അഭേദ്യ ബന്ധമുണ്ടായിരുന്ന ആ കുടുംബത്തിന്റെ ശ്രദ്ധയെ അവൻ വശീകരിച്ചു കൊണ്ടുപോയി. തിരുവചനം വായിക്കേണ്ട സമയത്ത് ടിവിയുടെ മുമ്പിലും, ആരാധിക്കേണ്ട സമയത്ത് ഇന്റർനെറ്റിന്റെ മുമ്പിൽ സമയം ചെലവഴിച്ച് യൗവനക്കാർ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ യൗവനക്കാരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുവാൻ അവരാകർഷിക്കുന്ന രീതിയിലുള്ള ഗെയിമുകളും അവരാകർഷിക്കുന്ന രീതിയിലുള്ള സൈറ്റുകളും ഇന്റർനെറ്റിലൂടെ വശീകരണ ശക്തിയായി യുവതലമുറകളെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ വീട് എഴുന്നേറ്റും ഗോൽഗോഥാ മലമുകളിലേക്ക് കരേറിപ്പോയ തിരുവഴുത്തി നിവൃത്തിയാകുമ്പോൾ സമർപ്പിച്ചു കൊടുത്ത കർത്താവായ യേശു ക്രിസ്തു ആ പച്ച പൈമല കുരിശുമായി ചാട്ടവാറുകൾ കൊണ്ട് അടിയേറ്റ് പുറം തകർക്കപ്പെട്ട് ആ രണ്ട് കള്ളന്മാരുടെ മധ്യത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന യേശു കർത്താവിനെ നോക്കി കരയുന്ന സ്ത്രീകളോട്, യെരൂശലേം സ്ത്രീകളെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങൾ നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവീൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി കരയാൻ സമയമില്ല.
കഴിക്കാൻ സമയം ഉണ്ടായിട്ട് വേണ്ടേ കരയാൻ സമയം? വീട്ടിൽ ഇരിക്കാൻ സമയം ഉണ്ടായിട്ട് വേണ്ടേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയാൻ സമയം? വെട്ടിപ്പിടിക്കുവാനുള്ള വ്യഗ്രതയിൽ നാടും ദേശവും ചാർച്ചക്കാരൻ വിട്ട് അവൻ വെട്ടിപ്പിടിക്കാൻ പോയ പലരും തകർന്ന് കൂപ്പുകുത്തി വീടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി നീ എവിടെയായിരുന്നാലും ആമേൻ നീ തകരാതിരിക്കുവാൻ, വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കാൻ പുത്രനെ ചുംബിക്കുക. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, കർത്താവായ യേശു ക്രിസ്തു ആമേൻ അതെ സ്ത്രീകളോട് പറഞ്ഞത്, കരയുന്ന സ്ത്രീകളോട് പറഞ്ഞത്, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ടത് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ സ്ത്രീയോട് പാമ്പ് ഹല്ലേലൂയ അതെ സംസാരിച്ച് അവളെ പരാജയപ്പെടുത്തിയ ലോകത്താണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നതെന്ന് മറന്നു പോകരുത്. സ്ത്രീ പാമ്പിനോട് തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. നല്ല സ്ത്രീയെ കേട്ടോ, നല്ല ഭാര്യയെ കേട്ടോ. കാരണം ദൈവം പറഞ്ഞതൊക്കെ അറിയാം. ഇന്നും ദൈവം പറഞ്ഞതെല്ലാം അറിയാമെന്ന് പറഞ്ഞ് ജീവിക്കുന്നവര് അമ്പേ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ശ്രോതാവേ നീ പരാജയപ്പെടാതിരിക്കേണ്ടതിന്, കാരണം പരാജയപ്പെട്ടവരുടെ ചരിത്രം സത്യവേദപുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് നീ അവരിൽ ഒരാളായി ഒതുങ്ങിപ്പോകാതെ വിശ്വാസത്തിന്റെ നായകൻ പൂർത്തി വരുത്തുന്നവൻ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് അവനെ നീ ശ്രദ്ധിച്ചു നോക്ക്. വചനമറിയാം, ദൈവശബ്ദം കേട്ടു, ദൈവം പറഞ്ഞത് അത് അതുപോലെ മനസ്സിലാക്കിയ കുടുംബമാ. പക്ഷെ പരാജയപ്പെട്ടു. പലരും പറഞ്ഞു കേട്ടിട്ടില്ല. കർത്താവിന് വേണ്ടി ഓടിയിട്ട്, കർത്താവിന് വേണ്ടി കൊടുത്തിട്ട് ആ കുടുംബം തകർന്നു പോയി. നോക്കിക്കേ, ആദ്യത്തെ കുടുംബം ദൈവവുമായി നല്ല ബന്ധമുണ്ടായിരുന്നതാ, തകർന്നു പോയി. എന്താ തകരാൻ കാരണം എന്നറിയാമോ? നോട്ടം വ്യതിചലിച്ചു. ദൈവം എല്ലാം കൊടുത്താക്കി വെച്ചതാ. ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് ഭർത്താവ് ജോലിക്ക് പോയപ്പോൾ ഭർത്താവിന് വേണ്ടി മുട്ടയിലിരുന്ന് കരയേണ്ട ഔവാമ്മച്ചി അവൾ നിന്നിൽ വെളിപ്പെടുത്തി മാനിപ്പാൻ ദൈവം ശക്തിയുള്ളവനാണ്. ഹല്ലേലൂയ. ആമേൻ. അല്ല, നീ കേൾക്കുന്ന വചനം ആമേൻ നിന്നിൽ നിന്ന് ആമേൻ അതെ ദൈവിക നന്മയെയും ദൈവിക അനുഗ്രഹത്തെയും ആമേൻ അതെ ചോർത്തിക്കളയുന്നതാണെങ്കിൽ നീ അമ്പയെ പരാജയപ്പെടുവാൻ നമ്മുടെ ഹല്ലേലൂയ. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ചു തിന്ന് ഭർത്താവിന് കൊടുത്തു, അവനും തിന്ന്. നോക്കണേ, ദൈവവുമായി അഭേദ്യ ബന്ധമുള്ള കുടുംബം. ഭർത്താവ് ആമേൻ കുടുംബകാര്യങ്ങൾ പുലർത്തുവാൻ കടപ്പെട്ടവനായതുകൊണ്ട് ജോലി സംബന്ധമായി പോയപ്പോ ഭർത്താവ് വീട് പോകാതിരിക്കുക, ഭർത്താവായിരിക്കുന്ന സമസ്ത മേഖലയിൽ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ദുഷ്ടപിശാച് അവനെ അവതരിക്കാതിരിക്കുവാൻ, ഉണ്ടാകുന്ന തലമുറ അനുഗ്രഹിക്കപ്പെട്ട തലമുറയായി കാണുവാൻ മുഴങ്ങാൻ മടക്കി പ്രാർത്ഥിക്കേണ്ട കൊച്ചമ്മ ആമേൻ അവളുടെ ലക്ഷ്യം വ്യതിചലിക്കത്തക്ക വിധത്തിൽ അവളെ തെറ്റിക്കുവാൻ കടന്നു വന്ന ആമേൻ ദുഷ്ട പിശാചുമായി പാമ്പുമായി അല്പം സമയം ചെലവഴിച്ചതുകൊണ്ട് അവളുടെ അകത്തുനിന്ന് പുറത്തു വന്ന തലമുറ ലോകത്തിലെ ഒന്നാമത്തെ നമ്പർ 1 കൊലപാതകനായി മാറി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, എന്നെ കേൾക്കുന്ന യൗവനക്കാരികളെ, എന്നെ കേൾക്കുന്ന മാതാവേ, ഭർത്താക്കന്മാർ ജോലിക്ക് പോകുമ്പോൾ തലമുറ അതെ വിദ്യാഭ്യാസത്തിന് പോകുമ്പോൾ അതെ വീട്ടിലിരുന്ന് മുഴങ്ങാൽ മടക്കി കുടുംബത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അതെ പ്രാർത്ഥിക്കുവാൻ അതെ സമയമില്ലാതെ വെട്ടിപ്പിടിക്കുവാൻ ഓടുന്ന വ്യഗ്രതയിൽ നഷ്ടപ്പെടുന്നത് നിന്റെ കുടുംബമാ. കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചു, നവോമി അല്പം കഷ്ടം വന്നപ്പോൾ തന്റെ ഭർത്താവുമായി ശപിക്കപ്പെട്ട മോവാബിലേക്ക് പോയതുകൊണ്ട് തന്റെ ഭർത്താവ് അകാലത്തിൽ പൊലിഞ്ഞുപോയി. വളരെ പ്രതീക്ഷയോടെ കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി വളർത്തിയ ആ മക്കൾ വിവാഹം കഴിച്ചുവെങ്കിലും അവനൊരു കുഞ്ഞിക്കാല് കാണുവാൻ കഴിയാതെ തലമുറയെ അടുത്ത തലമുറയെ കാണുവാൻ വാഗ്ദത്തം കേട്ട നവോമിക്ക് അത് കാണുവാൻ കഴിയാതെ ജീവിതം അതെ ദുഃഖപൂരിതമായി തീർന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പ്രിയ സഹോദരി, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ അതെ നിന്റെ സന്തോഷത്തെ നിന്റെ ആരോഗ്യത്തെ പിശാച് അവതരിപ്പാൻ തക്കവണ്ണം ഇടയായി. അതുകൊണ്ട് ആമേൻ തകർന്നു പോകുന്നതിന് മുമ്പേ ഇന്ന് രാത്രി നിന്റെ നോട്ടം ക്രിസ്തുവിലാകട്ടെ. ഹല്ലേലൂയ. എന്നിരുന്നാലും ദൈവം അബ്രഹാമിന്റെ ശ്രദ്ധ നേടിയപ്പോൾ അവൻ ലോകത്തിന്റെ ഗതിയെ മാറ്റിമറിച്ചു.
യേശു ക്രിസ്തു അബ്രഹാമിന്റെ സന്തതിയായി തീർന്നു. ഹല്ലേലൂയ, ആമേൻ. അതെ, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു. ലോത്തും അവനോടുകൂടെ പോയി. ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രഹാമിന് 75 വയസ്സായിരുന്നു. അബ്രഹാം തന്റെ ഭാര്യയായ സാറയെയും സഹോദരന്റെ മകനായ ലോത്തിനെയും തങ്ങൾ ഉണ്ടാക്കിയ സമ്പത്തുകളൊക്കെയും തങ്ങൾ ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. കനാൻ ദേശത്ത് എത്തി. ഹല്ലേലൂയ. നോക്കണമേ, ദൈവം അബ്രഹാമിനെ വിളിച്ച് അബ്രഹാമിനോട് പറഞ്ഞതനുസരിച്ച് അബ്രഹാം മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ഞാനും നിങ്ങളും എവിടെയാണ് നോക്കുന്നത്? ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ ശ്രദ്ധയോ ആമേൻ നേടുന്ന ഏതൊരാൾക്കും നല്ലതോ ചീത്തയായ ആമേൻ നമ്മുടെ ജീവിതത്തെ ആമേൻ മാറ്റുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ, ആമേൻ. ഒരു ആമേൻ സ്ത്രീ വിചാരിച്ചാൽ ഒരു പുരുഷനെ നന്നാക്കാനും പറ്റും, മോശമാക്കാനും പറ്റുമെന്ന് പഴമക്കാർ പറയാറുണ്ട്. എന്നാൽ വചനം പറയുന്നത് എന്താണ്? ആമേൻ, നമ്മുടെ ശ്രദ്ധ എങ്ങോട്ടാണ്? ഹല്ലേലൂയ. ഏതൊരാൾക്കും നല്ലതോ ചീത്തയായ നമ്മുടെ ജീവിതത്തെ എന്ത് ചെയ്യാൻ പറ്റും? മാറ്റിമറിക്കുവാനായിട്ട് സാധിക്കും. ആമേൻ. ദുഷ്ടന്മാരുടെ കൂടെ സമയം ചെലവഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ, അവരെയാണ് നോക്കിയിരിക്കുന്നതെങ്കിൽ, ആമേൻ, നീ പരാജയപ്പെടും. ഹല്ലേലൂയ. നിന്റെ നോട്ടം ക്രിസ്തുവിലാകണം. അതുകൊണ്ടാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ആത്മാവിൽ നിയോഗം പ്രാപിച്ച് ദൈവസഭയിലായിരിക്കുന്ന ദൈവജനത്തിന് വേണ്ടി തുറന്നെഴുതുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഹല്ലേലൂയ. അവൻ തീർച്ചയായും നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമാണ്. ഹല്ലേലൂയ. പിശാചിന്റെ എല്ലാ ആമേൻ വിപരീത തന്ത്രങ്ങൾക്കും ലോകത്തിന്റെ സ്വാധീനത്തിനുമിടയിൽ ആമേൻ നന്നായി ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും കർത്താവായ യേശു ക്രിസ്തുവിന് സാധിച്ചു. ഹല്ലേലൂയ. എന്നാൽ ആമേൻ ദൈവനാമ മഹത്വത്തിനായി പിശാചിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ക്രൂശിലെ അവന്റെ ആ മരണം, ഹല്ലേലൂയ, അതെ, ലജ്ജാകരമായി ആമേൻ അനേകർക്ക് തോന്നുന്നുവെങ്കിലും ആമേൻ അവൻ അതിനെ പുച്ഛിച്ച് അതുവഴി എല്ലാ അന്ധകാരങ്ങളെയും, ഹല്ലേലൂയ, എല്ലാ ദുഷ്ടന്റെ പദ്ധതികളെയും ആമേൻ അതെ ആ ഒരേ കുരിശിലൂടെ നിശിബ്ദമാക്കി. ആമേൻ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം ആമേൻ 2-ാം അധ്യായം 15-ാം വാക്യത്തിലൂടെ ഇങ്ങനാണ് ദൈവജനത്തിന് ആത്മാവിൽ നിറഞ്ഞ ദൂത് കൈമാറിയത്. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശി അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ഭൂമിയുടെ ജീവിതത്തിലൂടെ സംഭവിച്ച ആമേൻ അതെ അവൻ നേടിയെടുത്ത അനുഗ്രഹിക്കപ്പെട്ട ആമേൻ ദൈവിക പ്രവൃത്തിയെ കുറിച്ച് ഹല്ലേലൂയ ദൈവജനം ബോധമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. അവനിപ്പോൾ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ അതെ ജീവിതത്തിൽ ആമേൻ ദൈവം ഈ ഭൂമിയിൽ അവന് കൊടുത്ത അവസരം അവൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ജീവിച്ചു തീർക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ കൊടുത്തു. ആ കൃപയിൽ ശക്തിപ്പെട്ട് ദൈവം കൊടുത്ത ആയുസ് ആമേൻ ജീവിച്ചു തീർക്കുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. പിശാചിനെയും എതിർക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും ആമേൻ അതെ നമ്മുടെ കാൽക്കീഴിൽ നിർത്താനും തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഒരേ ശക്തി അവൻ നൽകിയിട്ടുണ്ട് എന്നുള്ളത് സന്തോഷകരമായ വാർത്തയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ഏതെങ്കിലും ഒരു ലോക്കൽ സഭയുടെ മെമ്പർഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞിരിക്കാതെ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ അംഗമായി ജീവിക്കുവാൻ ദൈവം നിന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ മേലുള്ള അഭിഷേകം നിന്റെ മേൽ പകർന്ന് ഒരു ജയകരമായ ജീവിതം നയിപ്പാൻ ഉതകത്തക്ക വിധത്തിൽ എല്ലാ ദൈവം തന്റെ പുത്രനിലൂടെ ദൈവജനത്തിന് നൽകിയിട്ടുണ്ട്. ആമേൻ. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൽ അവന്റെ വചനത്തിലൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും
നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആമേൻ നമ്മളെല്ലായ്പ്പോഴും ആമേൻ വിജയിക്കത്തക്ക വിധത്തിൽ ഹല്ലേലൂയ ഒരു ജേതാവായി ജീവിക്കുവാൻ ഉതകുമാറ് ഹല്ലേലൂയ വചനം വായിച്ച് അതനുസരിച്ച് അത് വിശ്വസിച്ച് ജീവിക്കുന്നവരുടെ മേൽ ആമേൻ തന്റെ ആത്മാവിനെ പകർന്ന് ജയകരമായ ജീവിതം നയിപ്പാൻ ഒരു ഭക്തനെ ദൈവം സഹായിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി വചനം കേട്ട് കേൾവിക്കാരായിരിക്കുന്നവരുടെ മേലല്ല, വചനം കേട്ട് വിശ്വസിക്കുന്നവരുടെ മേൽ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ ആ ദൈവവചനത്തിന്റെ ശക്തിയെ അവൻ വെളിപ്പെടുത്തി മാനിപ്പാട്ടൊക്കെ ഇടയായി. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ ജയാളിയായ കർത്താവാണ് നമ്മുടെ കൂടെയുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയുന്നത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോക അധിപതികളോടും ആമേൻ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. ഹല്ലേലൂയ. ക്രിസ്തുവിനെ ആമേൻ ഹല്ലേലൂയ ക്രൂശിലൂടെ ആമേൻ തകർത്ത് കളയുവാൻ ആമേൻ ലോകം ശ്രമിച്ചുവെങ്കിലും ക്രൂശിലൂടെ മാനവരാശിക്ക് രക്ഷയെ നൽകുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഞാൻ ദിവസേന ദേവാലയത്തിൽ നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും എന്റെ നേരെ കൈ ഓങ്ങിയില്ല, എന്നാൽ ഇത് നിങ്ങളുടെ നാഴികയും ഇരുളിന്റെ അധികാരവുമാകുന്നു എന്ന് പറഞ്ഞു. നോക്കുക, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള തിരുവെഴുത്ത് നിവൃത്തിയാകുക എന്നോണം കള്ളന്മാരാ ആമേൻ അതെ പിടിക്കപ്പെട്ട് ആമേൻ തകർക്കപ്പെട്ട് ഹല്ലേലൂയ ആമേൻ രണ്ട് കള്ളന്മാരെ തകർത്ത് കളഞ്ഞതുപോലെ ഒരു പാപവും ചെയ്യാത്ത നീതിമാനായ നമ്മുടെ കർത്താവിനെ ക്രൂശിൽ തകർക്കുവാൻ പിതാവിന് ഇഷ്ടം തോന്നിയത് എന്തുകൊണ്ടാണെന്നറിയാമോ? എന്നെയും നിങ്ങളെയും ദൈവരാജ്യത്തിന് അവകാശിയാക്കുവാൻ. ഹല്ലേലൂയ. പകരം ക്രിസ്തു തന്റെ ക്രൂശിലൂടെയും പുനരുദ്ധാനത്തിലൂടെയും അവർക്കെതിരെ വിജയം നേടി. ഹല്ലേലൂയ. തന്റെ ജനത്തെ അവരുടെ ശക്തിയിൽ നിന്ന് മോചിപ്പിച്ചു. ഹല്ലേലൂയ. ആമേൻ. ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും. ഹല്ലേലൂയ. അതിനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ലല്ലോ, വാഴ്ചകളോടും അധികാരങ്ങളോടും ദുഷ്ടാത്മസേനകളോടുമാണ്. അവയോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ഉയരത്തിലെ ശക്തിയെ നാം പ്രാപിക്കേണ്ടിയിരിക്കുന്നു. ഉയരത്തിലെ ശക്തി നാം പ്രാപിക്കണമെങ്കിൽ ഉയരത്തിൽ നിന്ന് ഇറങ്ങി വന്നവനെ നാം അറിയേണ്ടിയിരിക്കുന്നു. ആമേൻ. ഉയരത്തിൽ നിന്ന് ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കുന്ന ആമേൻ ഒരു മനുഷ്യന് അവന്റെ ഈ ലോക ജീവിതത്തിൽ അവൻ പരാജയപ്പെട്ടു പോകുവാൻ അവനെതിരെ ശക്തിയോടെ എഴുന്നേറ്റ പൈശാചിക മണ്ഡലങ്ങളെ തകർത്ത് മരണത്തിന്റെ ഭീതിയിലായിരിക്കുന്നവരെ വിടുവിച്ച് അവൻ പാപങ്ങളെ ഗണങ്ങളെ ശത്രുവിന്റെ സകലബലത്തെ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ആമേൻ ഇകത്തിൽ ജനിച്ച ക്രിസ്തു ഹല്ലേലൂയ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗമാക്കാതുവാൻ കടൽക്കരയിലായിരുന്ന പത്രോസിനെ അതെ തന്നെ അനുഗമിക്കുവാനായി മാനസാന്തര പ്രസംഗം നടത്തി മാനസാന്തരപ്പെട്ട് പുതിയ ജീവിതത്തിന് തുടക്കം കുറിച്ച പത്രോസ് അതേ മർക്കോസിന്റെ മാളിക മുറിയിൽ 120 പേരടങ്ങുന്ന സംഘം ഒരുമിച്ച് കൂടി ഇരുന്നപ്പോ ആ പിതാവിന്റെ വാഗ്ദത്തം അവർ വിശ്വസിച്ചത് അവർ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവർ സഞ്ചരിച്ച ഇടത്ത് അവരുടെ നീളം തട്ടുന്നവർ സൗഖ്യമാകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ ആത്മാവിന്റെ പകർച്ച അവർ ആ മാളിക മുറിക്കകത്ത് പകർന്നതുപോലെ ഇന്ന് രാത്രി നീ ആയിരിക്കുന്ന ഭവനത്തിനകത്ത് ആ ആത്മാവിനെ പകരുവാൻ ദൈവം ശക്തനാണ്. ഇന്ന് രാത്രി നീ ശ്രദ്ധിച്ചു നോക്കേണ്ടത് കർത്താവായ യേശുവിനെയാണ്. ആമേൻ. ഭാരങ്ങളുണ്ടാകാം, വേദനകളുണ്ടാകാം, കഷ്ടതകളുണ്ടാകാം, പ്രതികൂലങ്ങളുണ്ടാകാം. ഞാൻ എന്റെ സഭയെ പണിയും അതേ പാതാള ഗോപുരങ്ങൾ ഇതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, എല്ലാ നാളും ആമേൻ കൂടെ ഇരിക്കാമെന്ന് ആ കർത്താവ് പറഞ്ഞത് ഒരു നേതാക്കന്മാരും പറഞ്ഞിട്ടില്ല. ഒത്തിരി ആമേൻ
പണ്ഡിതന്മാർ, ഒത്തിരി മഹാന്മാർ അവരുടെ കഴിവും അവരുടെ പണവും ഉപയോഗിച്ച് സംഘടനകൾ സ്ഥാപിക്കുന്നുണ്ട്. പല സ്ഥാപനങ്ങൾ കെട്ടിപ്പൊക്കുന്നുണ്ട്. അവരൊക്കെ ഒരുപക്ഷെ രാഷ്ട്രീയ നേതാക്കന്മാർ സുന്ദര വാഗ്ദാനങ്ങൾ പറഞ്ഞ് മാറിപ്പോകുന്നത് പോലെ മാറിപ്പോയേക്കാം. എന്നാൽ മാറാത്തവനായ അന്ത്യം വരെ കൂടെ ഇരിക്കാം, നിത്യത വരെ ചുമക്കാം. വാർദ്ധക്യ സഹിതമാകുന്ന അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന പ്രിയ മാതാവേ, പിതാവേ, ഒരുപക്ഷെ മക്കൾ സാഹചര്യം കൊണ്ട് അടുത്തില്ലായിരിക്കുക, ഒരുപക്ഷെ അവർ മാറിപ്പോയേക്കാം. എന്നാൽ മാറാത്തവനായി കൂടെ ഇരുന്ന ഏത് സാഹചര്യത്തിലും നിന്നെ കൈപിടിച്ചു നടത്തുവാൻ ശക്തനായവന് ഇന്ന് രാത്രി നീ ശ്രദ്ധിച്ചു നോക്കാമെങ്കിൽ കാലേബ് പറഞ്ഞു, എനിക്ക് പ്രായത്തെ വെല്ലുന്ന ആരോഗ്യം എന്റെ ദൈവം എനിക്ക് നൽകി. ഹല്ലേലൂയ. കാരണം കാലേബ് നോക്കിയത് അഖിലാണ്ടത്തെ സിട്ടിച്ച സിട്ടാവാം ദൈവത്തെ. പലരും പരാജയപ്പെട്ടു പോയ പോർക്കളത്തിൽ സമപ്രായക്കാർ അന്ത്യവിശ്രമം കൊണ്ടുപോൾ പലരും കൈകാലികൾ നഷ്ടപ്പെട്ടവരായി കണ്ട ഇന്ന് നീ ആരോഗ്യത്തോടിരിക്കുവാൻ സമപ്രായത്തിലുള്ള പലരും മണ്ണോട് മണ്ണായി പോയപ്പോൾ പ്രിയ മാതാവേ, പ്രിയ പിതാവേ, പ്രിയ സഹോദര, പ്രായഭേദമന്യേ മഹാമാരി അനേകരെ തകർത്തപ്പോ നിന്റെ പണത്തിന്റെ മിടുക്കല്ല, നിന്റെ വിദ്യാഭ്യാസത്തിന്റെ ശ്രേഷ്ഠതയല്ല, നിന്റെ കുലത്തിന്റെ ശ്രേഷ്ഠതയല്ല, ദൈവത്തിന്റെ കൃപയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. അതുകൊണ്ട് പൗലോസ്ലീഹ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേണ്ടത് സംഘടനയല്ല, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേണ്ടത് സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശു കർത്താവ്. നമ്മുടെ നോട്ടം മാറിപ്പോയ ഒന്നാമത്തെ കുടുംബം വാഴുവാൻ തക്കവണ്ണം ആക്കി വെച്ച ആ കുടുംബം വീണുപോയതുപോലെ വീണു പോകുവാനിടയാ. യവന മോഹങ്ങളെ വിട്ടോടുക, ദുഷ്ടന്മാരുടെ കൂടെ നടക്കാം, പാപിയുടെ വഴിയിൽ നിൽക്കാം, പരിഹാസികൾ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഇത് ഞാൻ പറഞ്ഞതല്ല, അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സിട്ടാവാം ദൈവം തമ്പുരാൻ സൃഷ്ടിച്ച മനുഷ്യനോട് തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തി കൊടുത്തത് അഭിഷക്തന്മാർ ഏറ്റെടുത്ത് തന്റെ തൂലിക ധരിപ്പിച്ച് എഴുതിയ വചനം അത് പ്രസംഗത്തിന് പ്രസംഗിച്ച് തീർക്കുവാനുണ്ട്, അത് പ്രസംഗിച്ച് കാശുണ്ടാക്കാനുള്ളതാണ്. നിത്യത വരെ നിലനിൽക്കത്തക്ക വിധത്തിൽ പ്രായഭേദമന്യേ ആരെയും നിത്യതയ്ക്ക് വേണ്ടി ഉരുവാക്കുവാൻ ഉതകുന്ന ഉൾനട്ട ജീവന്റെ വചനം ഇന്ന് രാത്രിയിലും ശക്തിയോടെ പ്രസംഗിക്കുവാൻ എന്നെ പ്രാപ്തനാക്കി മാറ്റുന്ന കർത്താവിന് സകല മഹത്വവും മാനവും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. പ്രിയ ശ്രോതാവേ, നമുക്ക് പോരാട്ടമുള്ളത് ജനരക്തങ്ങളോടാണ്, വാഴ്ചകളോടും അധികാരങ്ങളോടും, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർഗ ലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകളോടുമാണ്. അതുകൊണ്ട് ഒറ്റയ്ക്ക് ജയിക്കുവാൻ പറ്റത്തില്ലെന്ന് നമ്മെ കുറിച്ച് നന്നായി അറിയുന്ന ദൈവം നമ്മോടുകൂടെ ആയിരിക്കാൻ തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുക ദൈവം അധികാരം കൊടുത്തിട്ടുണ്ട്. അധികാര പരിധിയിലായിരിക്കുന്ന ദൈവജനമേ, ഞാനും നീ തകർന്നു പോകുക ഇടയാകാതിരിക്കേണ്ടതിന് നമ്മോടുകൂടി ഇരിക്കുവാൻ ഒരു കാര്യസ്ഥനെ അയച്ചിട്ടുണ്ട്. അവനത്രേ പരിശുദ്ധാത്മാവ്. ഇന്ന് രാത്രി ഇത് അന്ത്യകാലമായതുകൊണ്ട് സകല ജഡത്തിന്മേലും ആ ആത്മാവിനെ പകരാമെന്ന് വാഗ്ദത്തം ചെയ്തവൻ ഏത് രാജ്യത്താകട്ടെ, ഏത് ഭവനത്തിലാകട്ടെ, ഏത് കഷ്ടതയുടെ നടുവിലാകട്ടെ, ഏത് പ്രതികൂലത്തിന്റെ നടുവിലാകട്ടെ, നിന്നെ ശക്തീകരിപ്പാൻ ഇന്ന് രാത്രി തന്റെ ആത്മാവിനെ നിന്റെ മേൽ അയക്കുവാൻ ദൈവം ശക്തി കൊടുക്കും. കണ്ണുകളടച്ച രോഗികളായിരിക്കണം, അയിരിപ്പിലിരിക്കുന്നവർ, കർത്താവേ എന്നെ ഒന്ന് തൊടണമേ, എന്റെ രോഗത്തെ സൗഖ്യമാക്കണം. കണ്ണുനീർ കാണുമ്പോൾ മനസ്സിലിരുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് മനസ്സ് തകർന്നവരെ അവിടുന്ന് രക്ഷിക്കുന്നതിനെ സൗഖ്യമാക്കുവാൻ കഴിയും. രക്ഷിപ്പാൻ കഴിയാതെ അവന്റെ അവൻ കൈ കുറുകിപ്പോയി, കേൾപ്പാൻ കഴിയാതെ അവന്റെ ചെവി മന്ദമായി പോയി. മനുഷ്യൻ നിന്നെ മാറ്റി നിർത്തി. നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്തു, 60 വയസ്സ് കഴിഞ്ഞവര് വെളിയിലിറങ്ങാൻ പാടില്ല. 60 വയസ്സ് കഴിഞ്ഞാൽ ആർക്കും വേണ്ടെന്ന് വെളിയിലിറങ്ങാൻ പാടില്ല. 10 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ വെളിയിലിറങ്ങാൻ പാടില്ല. ബാക്കിയുള്ളവർ ഇറങ്ങിക്കോട്ടെ, അവര് വരുന്ന വീട്ടിലോട്ടല്ലേ.
അപ്പൊ ലോകത്തിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ആമേൻ അതൊക്കെ അനുസരിക്കേണ്ടി വരും. എന്നാൽ ഇന്ന് രാത്രി പ്രായഭേദമന്യേ എല്ലാവരെയും സൗഖ്യമാക്കുക, എല്ലാവരെയും സുഖപ്പെടുത്തുക, എല്ലാവരെയും സമാധാനം നൽകുക. ശക്തനായവനെ നമുക്ക് ഒരുമിച്ചൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ദാ ഗോൽഗോഥ മലമുകളിലേക്ക് വീണു വെഴുന്നേറ്റ് ചാട്ടവാറുകൾ കൊണ്ട് 39 പ്രാവശ്യം അടിയേറ്റു പച്ച പൈമല കുരിശുമാണ്. ഗോൽഗോഥ മലമുകളിലേക്ക് വീണു എഴുന്നേറ്റും പോകുന്ന ആ കർത്താവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. അവന്റെ തലയിൽ മുൾക്കിരീടം, അവന്റെ ആമേൻ അവസാനത്തെ ആഗ്രഹം ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോ കയ്പ് കാടികൊണ്ടു. എന്തിനു വേണ്ടിയാ ഈ വേദന? നമ്മുടെ സമാധാനത്തിന് വേണ്ടിയാ, നമ്മുടെ സൗഖ്യത്തിന് വേണ്ടിയാ. ഇന്ന് രാത്രി ദൈവവൈതൽ എന്ന് പറഞ്ഞ് ആമേൻ ജീവിക്കുന്നത് നല്ലതാ. പക്ഷേ ദൈവവൈതലാണെങ്കിൽ ആ ദൈവവൈതൽ അനുഭവിക്കുവാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്നതിനെ പ്രാപിക്കുവാൻ, അതേ മക്കളെങ്കിൽ അവകാശികളുമാ, നിന്റെ അവകാശത്തെ അതേ സ്വന്തമാക്കുവാൻ അനുവദിക്കാതെ നാളിതുവരെ നിന്നെ വശീകരിച്ച് ഒരു മൂലയിൽ ഒതുക്കിയിരിക്കുന്ന അന്ധകാരത്തോട് എതിർത്ത് നിൽക്കുവാൻ നിനക്ക് ത്രാണിയില്ലെങ്കിൽ ഇന്ന് രാത്രി നിന്നെ പ്രാപ്തിയുള്ളവനാക്കി മാറ്റുന്ന പരിശുദ്ധാത്മാവിനെ നിന്റെ മേൽ പകരുവാൻ ദൈവം ശക്തനാണ്. കുറവുകളേറ്റു പറഞ്ഞു എന്റെ രാത്രി കർത്താവേ ആത്മാവിനെ മേൽ പകരും. പണം കൊണ്ട് ജീവിക്കാൻ ഒക്കത്തില്ല. കാലം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകരാജ്യങ്ങൾ പണമുള്ളവരല്ല. അമ്പെ പരാജയപ്പെട്ടു. കൊറോണ എന്ന മഹാമാരി അത് പഠിപ്പിച്ചു. അവയെ ബഹുനില കെട്ടിടങ്ങൾ പടുത്തുയർത്തി സ്വപ്നം കണ്ട പലരും മണ്ണോട് മണ്ണായി പോയി. അവരുടെ പണം കൊണ്ട് രക്ഷപ്പെട്ടില്ല, അവരുടെ വിദ്യാഭ്യാസം കൊണ്ട് രക്ഷപ്പെട്ടില്ല, അവരുടെ കഴിവ് കൊണ്ട് രക്ഷപ്പെട്ടില്ല. ഉടനെ മരത്തിൽ നില ഒഴിഞ്ഞു വീഴുന്നത് പോലെ അനേകം വീണ് തകർന്നു പോയി. ഇന്ന് രാത്രി തകരാതിരിക്കണമെങ്കിൽ നോട്ടം ഉയരത്തിലേക്കാകട്ടെ. കാല് കല്ലിൽ തട്ടാതെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിക്കുവാൻ കഴിയുന്നവൻ സർവശക്തനായ ദൈവം. മാനവരാശിയുടെ രക്ഷയ്ക്ക് ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ. അത് യേശു എന്ന നാമമാണ്. അത് നിഷേധിച്ചവരെല്ലാം അമ്പെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക. ആരെല്ലാം ആ നാമത്തെ വിളിച്ച് വിശ്വസിച്ചിട്ടുണ്ടോ അവരെല്ലാം നിത്യജീവൻ പ്രാപിച്ചുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ ചോദിക്കും, സ്നേഹിത, ഈ ഘോര പ്രസംഗിക്കുന്ന താങ്കളും ഒരുപക്ഷെ ഈ ലോകത്തിൽ നിന്ന് രോഗം വന്നിട്ടോ അല്ലാതെയോ മരണപ്പെടുകയില്ലേ? ഒരു വാക്കുകൂടെ ഞാൻ പറയാം. അനേകരെ കുടുകൂടാ ചിരിപ്പിച്ച് ജനനമെന്ന 3 അക്ഷരത്തിലൂടെ ജനിച്ചവരല്ല, മരണമെന്ന 3 അക്ഷരത്തിലൂടെ എല്ലാവരെയും കരയിച്ചു പോകേണ്ടവരാ. സമയം നിശ്ചയമല്ല, മരണമുറപ്പ. എന്നാ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ പ്രത്യാശയില്ലാത്തവരെ പോലാകരുത്. ലോകത്തിൽ പ്രത്യാശയുള്ള കൂട്ടരാ ദൈവമക്കൾ. ഇന്ന് രാത്രി ലൈവിൽ പ്രത്യാശയുള്ള ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ആ കടമടിച്ച് ഒന്ന് കർത്താവിന് മകന്തം കൊടുത്ത് ജീവനോടിരുന്ന് അവന്റെ നന്മയെ അനുഭവിക്കുക, നിന്റെ ആയുസ്സിനെ ദീർഘമാക്കുക. ഹല്ലേലൂയ. കരഞ്ഞും ആമേൻ കൂകിയും നിലവിളിച്ചും തീർക്കാനല്ല, ആമേൻ ജീവനോടെ ആരോഗ്യത്തോടെ ബലത്തോടെ ഇരിക്കത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവം വാർദ്ധക്യ സഹജമായ സാഹചര്യത്തിലും ആമേൻ നിന്നെ കൈപിടിച്ച് നടത്തുവാൻ ശക്തനാണെന്ന്. ഹല്ലേലൂയ. സമയം പോരാ, നിരവധി വചനങ്ങളുണ്ട്. ആമേൻ നിങ്ങൾ വീട്ടിലിരുന്ന് വചനം വായിക്കുക, കർത്താവിനെ ശ്രദ്ധിച്ച് നോക്കുക. അവൻ മാത്രമാണ് നമ്മളെ പൂർത്തി വരുത്തുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി സമസ്ത മേഖലകളിൽ നിങ്ങളെ കരം പിടിച്ച് നടത്തുവാൻ ശക്തനായ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കാൽ ഞങ്ങളെങ്ങനെ വാഴ്ത്തുന്നു, ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം ശുശ്രൂഷിപ്പാൻ കർത്താവ് അടിയനെ സഹായിച്ചതിനായി സ്തോത്രം. ഈ ലൈവിലൂടെ ഈ സന്ദേശം ഇന്ന് രാത്രി കേട്ടവരും വരും ദിവസങ്ങളിൽ കേൾക്കുന്നവരും ആമേൻ ലോകത്ത് ഏത് രാജ്യത്തിലായിരുന്നാലും ഏത് ഭവനത്തിലായിരുന്നാലും ഏത് പ്രതികൂലത്തിന്റെ നടുവിലായിരുന്നാലും അതിന്റെ നടുവിൽ ഇറങ്ങി വന്ന് കരം പിടിച്ച് നടത്തുവാൻ അങ്ങ് ശക്തനാണ്. അങ്ങയെ മാത്രം ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ട് ജീവിപ്പാൻ സ്വർഗമേ കൃപ കൊടുത്താണ്. വഷളത്വം പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദുഷ്ടലോകത്ത് ഞങ്ങളുടെ യൗവനക്കാർ ആമേൻ യൗവന മോഹങ്ങളെ വിട്ടുകൂടി നീതി സമാധാനം പിന്തുടരുവാൻ ഇടയാകത്തക്ക വിധത്തിൽ പരിശുദ്ധാത്മാവേ, അങ്ങ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ പരിവർത്തിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു.
കണ്ണുനീരിന് മറുപടിയായി അനേക തലമുറകൾ വിടുവിക്കപ്പെടട്ടെ കർത്താവേ. രോഗികൾ സൗഖ്യമാകട്ടെ കർത്താവേ. കർത്താവേ, മാതാപിതാക്കൾ രോഗികളായി ദുഃഖിതരായി കഴിയുന്നവർ യേശുവിൻ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ആമേൻ. വാർദ്ധക്യ സഹിതമായ ക്ഷീണങ്ങൾ അനുഭവിക്കുന്നവർ യേശുവിൻ നാമത്തിൽ ആരോഗ്യം പ്രാപിക്കട്ടെ. മരണഭീതിയിൽ കഴിയുന്നവർ യേശുവിന്റെ നാമത്തിൽ ആ ഭയം മാറി ജീവിക്കുവാൻ ഉദകമാണ്. ദൈവാത്മാവിനെ നിറയപ്പെടേണ്ട കർത്താവ്. ഭവനമില്ലാത്തവർക്ക് ഭവനം കൊടുത്താൽ, വിവാഹപ്രായമെത്തി വിവാഹം നടക്കാതായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അങ്ങനെയുള്ളവരുടെ വിവാഹങ്ങൾ നടക്കട്ടെ. ഭവനത്തിന്റെ പണി ആഗ്രഹിച്ച് തുടങ്ങിയിട്ട് അത് പൂർത്തീകരിക്കാൻ കഴിയാതെ പാതി വഴിയിൽ നിലച്ചിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവേ, ആ ഭവനത്തിന്റെ പണികൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ദൈവം ഒരുക്കി കൊടുത്താണ്. വിവാഹം കഴിഞ്ഞിട്ട് തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവേ, അങ്ങ് ആമേൻ സകലതും സാധ്യമാക്കുന്ന ദൈവമാണ്. തന്റെ ഭക്തന്മാരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സഫലീകരിക്കുന്ന ദൈവമാണ്. കർത്താവേ, അടിയങ്ങൾക്കും തലമുറയില്ലാതെ ഭാരപ്പെട്ടു തക്ക സമയത്ത് സ്വർഗത്തിന് വലിയവനായ ദൈവം തലമുറകളെ നൽകി. ഇന്ന് രാത്രി തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും തലമുറകൾ ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഡിവേഴ്സിന്റെ വക്കിലായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവെ, കൂട്ടുകൂടി ഇമ്പമായി വാഴേണ്ട ഭൂമിയിലെ സ്വർഗമായ ആ ഭവനത്തെ വിഘടിപ്പിച്ച് തമ്മിലകറ്റി അതേ നശിപ്പിക്കാൻ നോക്കുന്ന ദുഷ്ടപോരുകൾ അതിജീവിക്കുവാൻ കർത്താവ് കൃപ കൊടുത്താൽ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്ന എല്ലാ കുടുംബങ്ങളെയും അവരുടെ തലമുറകളെയും ജീവിത പങ്കാളികൾ ഒരു മാതാപിതാക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഈ ശുശ്രൂഷയ്ക്ക് കൈത്താങ്ങലാകുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഇത്രത്തോളം ഞങ്ങളുടെ വചനവുമായി നിൽപ്പാൻ അടിയനെ പ്രാപ്തനാക്കിയ കർത്താവ് ഒരിക്കൽ കൂടെ മഹത്വം അർപ്പിച്ചു. സമസ്ത വിഷയങ്ങളുടെ മേൽ എന്റെ കർത്താവിന്റെ കരം ചലിക്കുമോ ഒരിക്കൽ കൂടെ സ്തോത്രത്തോടെ അവിടത്തേക്ക് അറിയിച്ചു. അടിയങ്ങൾക്കായി കാലൂർജ്യം അർപ്പിച്ചപ്പോൾ യേശു കർത്താവിനാണ് താഴ്മയാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവ്. ആമേൻ, ആമേൻ. ഇന്ന് രാത്രിയിലെ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ കൂടപ്പറപ്പിന്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപക്ഷെ ഒരു വാക്കായിരിക്കാം, ഒരു വചനമായിരിക്കാം. ആമേൻ അവരുടെ ജീവിതത്തിൽ വലിയ ദൈവപ്രവൃത്തിക്ക് കാരണമാണ്. മറക്കരുത്, ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കാളികളാകുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കാൻ സന്തോഷവും താല്പര്യവുമാണെങ്കിൽ ഇത് വാട്സപ്പ് നമ്പറാണ്. 9744703489 എന്ന നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹദീനം പ്രയർ ഫാമിലി എന്ന് പറയുന്ന ഒരു പ്രയർ ഗ്രൂപ്പുണ്ട്. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. കൂടാതെ യൂട്യൂബിൽ ഞങ്ങളുടെ ഈ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സെർച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഷിജു ജോസഫ് സെർച്ച് ചെയ്യുക. സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. പുതിയ വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഗോഡ് ബ്ലസ് യു. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്. ദൈവം അനുവദിച്ചാൽ നാളെ രാത്രിയിലും വീണ്ടും ഇതേ ലൈവിൽ നമുക്ക് ഒരുമിച്ച് കാണാം. ശുഭം.